ദൈവമനുഷ്യന്റെ സ്നേഹഗീത അധ്യായം 269 വാല്യം 6. സ്നാപക യോഹന്നാന്റെ വധത്തെക്കുറിച്ചുള്ള വിവരം അറിയുന്നു. ഈശോ രോഗികളായ കുറെ പേരെ സുഖപ്പെടുത്തുകയാണ്. മനേയൻ മാത്രമേ കൂടെയുള്ളൂ. നേരം പുലർന്നു കഴിഞ്ഞു. അവർ തണലുള്ള അടുക്കളത്തോട്ടത്തിലാണ്. കഫർനാമിലെ വീട്. മനേയന്റെ വിലപിടിപ്പുള്ള വസ്ത്രവും ഇടക്കെട്ടും തലപ്പാവും മാറ്റി സാധാരണക്കാരുടെ വസ്ത്രമാണ് ധരിച്ചിരിക്കുന്നത്. ഈശോയുടെ ശിരസിൽ ഒന്നും ധരിച്ചിട്ടില്ല. വീട്ടിലായിരിക്കുമ്പോൾ ഒന്നും തലയിൽ ധരിക്കാറില്ല. രോഗികളെ സുഖപ്പെടുത്തി ആശ്വാസവാക്കുകളും പറഞ്ഞ ശേഷം ഈശോ മനേയനുമായി വീടിന്റെ 2-ാം നിലയിലേക്ക് പോയി. അവിടെ ഒരു ജനൽപ്പടിയിലിരിക്കുന്നു. സൂര്യൻ വീടിന്റെ മറ്റേ വശത്താണ്. വേനലിന്റെ കാഠിന്യം കഴിഞ്ഞെങ്കിലും ഇപ്പോഴും ചൂടുണ്ട്. മുന്തിരിഫലങ്ങൾ എടുക്കാൻ ഉടനെ തുടങ്ങും. ശരി, അത് കഴിഞ്ഞാൽ ഉടൻ കൂടാരപ്പെരുന്നാൾ, പിന്നെ മഞ്ഞുകാലമായി. നീ എപ്പോഴാണ് തിരിച്ചു പോകുവാൻ ഉദ്ദേശിക്കുന്നത്? ഞാൻ ഒരിക്കലും പോകുകയില്ല. പക്ഷേ ഞാൻ സ്നാപകനെക്കുറിച്ച് ചിന്തിക്കുകയാണ്. ഹെറോദോസ് ദുർബലനാണ്. നന്മയ്ക്കായി അവനെ സ്വാധീനിക്കാൻ ആർക്കെങ്കിലും അറിയാമായിരുന്നെങ്കിൽ തന്നെ രക്തദാഹമില്ലാത്തവരായിരിക്കുകയെങ്കിലും ചെയ്യും. പക്ഷേ വളരെ കുറച്ചു പേർ മാത്രമേ ശരിയായ ഉപദേശം അയാൾക്ക് കൊടുക്കുകയുള്ളൂ. ആ സ്ത്രീയാണെങ്കിൽ പറയുകയും വേണ്ട. നിന്റെ അപ്പസ്തോലന്മാർ തിരിച്ചു വരുന്നതുവരെ ഇവിടെ നിൽക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എന്നെ തന്നെ ആശ്രയിക്കുന്നത് കൊണ്ടല്ല. എനിക്ക് ഇപ്പോഴും കുറച്ചു സ്വാധീനമുണ്ട്. നന്മയുടെ മാർഗത്തിലൂടെ ഞാൻ ചരിക്കുന്നു എന്ന് മനസ്സിലാക്കിയതിൽ പിന്നെ അതിന് കുറെ ഇടിവ് വന്നിട്ടുണ്ടെന്ന് മാത്രം. അത് സാരമില്ല. നിന്റെ അപ്പസ്തോലന്മാരെ പോലെ പൂർണ്ണമായി നിന്നെ അനുഗമിക്കുന്നതിന് എല്ലാം ഉപേക്ഷിക്കുവാൻ എനിക്ക് ധൈര്യം കിട്ടിയിരുന്നെങ്കിൽ എന്ന് ഞാൻ ആശിക്കുന്നു. അതിൽ ഞാൻ എന്നെങ്കിലും വിജയിക്കുമോ? സാധാരണക്കാരല്ലാത്ത ഞങ്ങൾക്ക് നിന്നെ അനുഗമിക്കുവാൻ കൂടുതൽ പ്രയാസം അനുഭവപ്പെടുന്നത് എന്തുകൊണ്ടാണ്? നിങ്ങളുടെ സ്വത്തിന്റെ ചരടുകൾ നിങ്ങളെ പിടിച്ചു നിർത്തുന്നത് കൊണ്ടാണ്. എനിക്ക് കുറെ പേരെ അറിയാം. അവർ ശരിക്കും ധനികരാണെന്ന് പറയാൻ പറ്റില്ല. എന്നാൽ വിജ്ഞാനമുള്ളവരാണ്. അവരും വരുന്നില്ല. അവരെയും ധനത്തിന്റെ ചരടിൽ തന്നെയാണ് പിടിച്ചു നിർത്തുന്നത്. ഒരാൾ പണി കൊണ്ട് മാത്രമല്ല ധനികനാവുന്നത്. അറിവാകുന്ന ധനമുണ്ട്. മായയുടെ മായ. എല്ലാം മായ എന്ന് സോളമനോടുകൂടെ പറയാൻ കഴിയുന്ന ആളുകൾ കുറവാണ്. ഈ വാക്കുകൾ കൊഹേലത്തിൽ വീണ്ടും ആവർത്തിച്ച് പറയുകയും ചെയ്യുന്നുണ്ട്. നീ അത് ഓർമ്മിക്കുന്നുണ്ടോ? മനുഷ്യന്റെ ശാസ്ത്രം മായയാണ്. കാരണം മാനുഷികമായ അറിവ് മാത്രം വർദ്ധിപ്പിക്കുന്നത് വലിയ വേദനയും അരൂപിയുടെ പീഡനവുമാണ്. ശാസ്ത്രം മാത്രം വികസിപ്പിച്ച് വർദ്ധിക്കുന്നവൻ അരൂപിയുടെ വേദനയെ വർദ്ധിപ്പിക്കുന്നു. ഇപ്പറഞ്ഞത് ശരിയാണെന്ന് ഞാൻ ഗൗരവമായി പറയുന്നു. എന്നാൽ മനുഷ്യന്റെ ശാസ്ത്രീയമായ അറിവ് അതിസ്വാഭാവിക ജ്ഞാനം കൊണ്ടും ദൈവത്തിന്റെ പരിശുദ്ധമായ സ്നേഹം കൊണ്ടും താങ്ങി നിർത്തപ്പെടുന്നെങ്കിൽ, നിയന്ത്രിക്കപ്പെടുന്നെങ്കിൽ അങ്ങനെ ആയിരിക്കുകയില്ല എന്ന് ഞാൻ തർപ്പിച്ചു പറയുന്നു. ശരീരത്തിന്റെ ആനന്ദം മായയാണ്. കാരണം അത് നിലനിൽക്കുകയില്ല. കത്തിയെരിഞ്ഞ ചാരവും ശൂന്യതയും അവശേഷിപ്പിച്ചുകൊണ്ട് വേഗത്തിൽ അത് ഇല്ലാതാകും. വ്യവസായം ചെയ്ത് സമ്പാദിക്കുന്ന പണം മരണമുള്ള മനുഷ്യന് മായയാണ്. കാരണം ആ പണം കൊണ്ട് മരണത്തെ ഒഴിവാക്കാൻ സാധ്യമല്ല. പണം മറ്റുള്ളവർക്കായി അയാൾ കൈവിടുന്നു. സ്ത്രീ മായയാണ്. ഇണയായി മാത്രം അവളെ കാണുകയും അതിനായി മാത്രം ആഗ്രഹിക്കുകയും ചെയ്യുമ്പോൾ മായയല്ലാത്ത ഒരു കാര്യം മാത്രമേയുള്ളൂ: ദൈവത്തോടുള്ള പരിശുദ്ധമായ ഭയം, അവിടുത്തെ പ്രമാണങ്ങളോടുള്ള അനുസരണം. അതാണ് മനുഷ്യന്റെ ജ്ഞാനം. കാരണം മനുഷ്യൻ വെറും മാംസം മാത്രമല്ല, ആത്മീയമായ ഒരു പ്രകൃതം കൂടെ അവനുണ്ട്. ഇങ്ങനെ ചിന്തിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്യുന്ന മനുഷ്യന് വെറും നിസ്സാരമായ സ്വത്തിന്റെ കെട്ടുപാടുകൾ പൊട്ടിച്ചു കളഞ്ഞ് സ്വതന്ത്രമായി സൂര്യന്റെ പക്കലേക്ക് ഗമിക്കുവാൻ കഴിയും. ഈ വാക്കുകൾ ഓർമ്മിച്ചിരിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്.
കഴിഞ്ഞ ദിവസങ്ങളിൽ എത്രയധികം നീ എനിക്ക് തന്നു. ഇനി എനിക്ക് ആ വൃത്തികെട്ട കൊട്ടാരത്തിലേക്ക് തിരിച്ചു പോകുവാൻ കഴിയും. അത് വിഡ്ഢികൾക്ക് മാത്രമേ മിന്നുന്നതും ശക്തിയുള്ളതും സ്വതന്ത്രവുമാണെന്ന് തോന്നുകയുള്ളൂ. നേരെ മറിച്ച് അത് ദുരിതപൂർണവും ഇരുണ്ടതുമായ ഒരു ജയിലറയാണ്. നന്മ പ്രതീക്ഷിച്ചുകൊണ്ട് നന്നായി ജീവിക്കുവാൻ എന്നെ പ്രാപ്തനാക്കുന്ന ഒരു വലിയ നിധിയുമായി ഇപ്പോൾ എനിക്ക് പോകാം. എന്നാൽ പൂർണ്ണമായി നിന്റേതായിരിക്കുക എന്ന ഏറ്റവും നല്ല സ്ഥിതിയിൽ ഞാൻ എന്നെങ്കിലും എത്തുമോ? ഉവ്, നീ എത്തും. എപ്പോഴായിരിക്കും? അടുത്ത വർഷമോ? അതോ കുറെ കൂടെ താമസിച്ചോ? അതോ പ്രായാധിക്യം എന്നെ കുറെ കൂടെ ജ്ഞാനിയാക്കുമ്പോഴോ? ഏതാനും മണിക്കൂറിനകം ആധ്യാത്മികമായി പക്വതയും ആഗ്രഹങ്ങളിൽ പരിപൂർണതയും പ്രാപിച്ചു കഴിയുമ്പോൾ. മനേയൻ ചിന്തിച്ചുകൊണ്ട് ജിജ്ഞാസാപൂർവം ഈശോയെ നോക്കി. പക്ഷെ ഒന്നും ചോദിക്കുന്നില്ല. കുറച്ചു സമയം മൗനം. പിന്നീട് ഈശോ ചോദിക്കുന്നു, നീ എപ്പോഴെങ്കിലും ബെഥനിയിലെ ലാസറിന്റെ അടുത്ത് പോയിട്ടുണ്ടോ? ഇല്ല ഗുരുവേ, ഇല്ലെന്നാണ് എനിക്ക് പറയാനുള്ളത്. ചിലപ്പോഴെല്ലാം ഞങ്ങൾ തമ്മിൽ കണ്ടിട്ടുണ്ടെങ്കിലും അത് സ്നേഹിതരായിട്ടല്ല. നിനക്കറിയാമല്ലോ, ഞാൻ ഹെറോദോസിന്റെ കൂടെയല്ലേ. അയാൾ ലാസറിന്റെ എതിരാണ്. അപ്പോൾ ലാസറിന് ദൈവത്തിൽ നിന്നെ കാണാൻ കഴിയും. ഒരു സഹശിഷ്യൻ എന്ന നിലയിൽ അവനെ കാണാൻ ശ്രമിക്കണം. നീ അങ്ങനെ ആഗ്രഹിക്കുന്നെങ്കിൽ ഞാൻ അപ്രകാരം ചെയ്യാം. തോട്ടത്തിൽ സംഭ്രമത്തിൻ്റെതായി ഒരു ശബ്ദം കേൾക്കുന്നു. ആളുകൾ വിളിച്ചു ചോദിക്കുന്നത് ഗുരു ഗുരു അവിടെ ഉണ്ടോ എന്നാണ്. വീട്ടുടമസ്ഥ മണിനാഥം പോലെയുള്ള ശബ്ദത്തിൽ മറുപടി പറയുന്നു, അവൻ മുകളിലുണ്ട്. ആരാണ് നിങ്ങൾ? രോഗികളാണോ? അല്ല, ജോണിന്റെ ശിഷ്യർക്കും ഞങ്ങൾക്കും ഗുരുവിനെ കാണണം. ഈശോ ജനലിലൂടെ പുറത്തേക്ക് നോക്കി പറയുന്നു, സമാധാനം നിങ്ങളോട് കൂടെ. ഓ, ഇത് നിങ്ങളാണോ? അകത്തേക്ക് വരിക. 3 ആട്ടിടയന്മാരാണ് വന്നത്. ജോൺ, മത്തിയാസ്, സൈമൺ. ഓ ഗുരുവേ. ദുഃഖപൂർണമായ അവരുടെ മുഖം ഉയർത്തി നോക്കുന്നു. ഈശോയെ കണ്ടിട്ട് പോലും സന്തോഷം വരുന്നില്ല. ഈശോ മുറിയിൽ നിന്നിറങ്ങി അവരെ കണ്ട് സംസാരിക്കാനായി മട്ടുപ്പാവിലേക്ക് പോയി. മനേയൻ അനുഗമിച്ചു. സൂര്യപ്രകാശം ലഭിക്കുന്ന മട്ടുപ്പാവിലേക്കുള്ള ഗോവണിയിൽ അവർ പരസ്പരം കണ്ടു. ആഗതരായവർ 3 സാഷ്ടാംഗം പ്രണമിച്ചു. പിന്നീട് ജോൺ സംസാരിക്കുന്നു, ഞങ്ങളെ സ്വീകരിക്കുക, കാരണം കർത്താവെ, ഞങ്ങൾ ഇനി നിന്റെ അവകാശമായി തീർന്നിരിക്കുന്നു. അവന്റെയും കൂട്ടുകാരുടെയും കവിൾത്തടങ്ങളിലൂടെ കണ്ണീരൊഴുകുന്നു. ഈശോയും മനേയനും ഒറ്റ സ്വരത്തിൽ പറയുന്നു, ജോൺ, അവൻ കൊല്ലപ്പെട്ടു. ആ വാക്കുകൾ ലോകത്തിലുള്ള മറ്റെല്ലാ ശബ്ദങ്ങളെയും കൊന്നു കളയത്തക്ക വിധത്തിൽ ഉച്ചത്തിലുള്ളതും നിർജീവവുമായിരുന്നു. അതേസമയം അത് താഴ്ന്ന സ്വരവുമായിരുന്നു. എങ്കിലും ആ വാക്കുകൾ പറഞ്ഞ ആളെയും ശ്രവിച്ചവരെയും സ്തബ്ധരാക്കി. ഭൂമി അത് ശ്രവിച്ച മാത്രയിൽ മറ്റെല്ലാ ശബ്ദങ്ങളെയും വിലക്കിയതുപോലെയായി. അത്ര ആഴമായ നിശബ്ദത. മൃഗങ്ങളിലും വൃക്ഷലതാദികളിലും വായുവിലും നിശ്ചലത. പ്രാവുകൾ കൂജനം നിർത്തുന്നു. കുയിലുകൾ അവയുടെ സംഗീതം തീർത്തു ഉപേക്ഷിച്ചു. തത്തകൾ മൂകമായി. ചിക്കടാ പക്ഷിയുടെ സംഗീത സംവിധാനത്തിന് കേടുവന്നതുപോലെ സ്വരം വരുന്നില്ല. വൃക്ഷങ്ങളെയും വള്ളികളെയും തലോടി മർമ്മര ശബ്ദം കേൾപ്പിച്ചുകൊണ്ടിരുന്ന മന്ദമാരുതൻ പെട്ടെന്ന് നിലച്ചു. ഈശോയുടെ മുഖം വിളറി വെളുത്തു. കണ്ണുകൾ വികസിച്ചു. സ്വരം ഇടറാതെ നിർത്താൻ ശ്രമിച്ചപ്പോൾ അത് വളരെ ആഴമുള്ളതായി. കൈകൾ തുറന്ന് നീട്ടിപ്പിടിച്ചുകൊണ്ട് ഈശോ പറയുന്നു, നീതിയുടെ രക്തസാക്ഷിക്ക് സമാധാനം. എൻ്റെ മുന്നോടിയായവനെ സമാധാനം. പിന്നെ കൈകൾ കൂപ്പി പ്രാർത്ഥനയിൽ മുഴുകി ദൈവത്തിൻ്റെയും സ്നാപകന്റെയും അരൂപിയോട് ഒന്നായി ചേരുകയാണ്. മനേയൻ ഒന്നും ചെയ്യുന്നില്ല. വിവർണനാകുന്നുണ്ട്. കോപമാണ് സ്ഫുരിക്കുന്നത്. ശരീരം മരവിച്ചതുപോലെ. എന്നാൽ വലതുകരം യാന്ത്രികമായി ചലിപ്പിച്ച് നെടിയ അങ്കിയുടെ ഇടക്കെട്ടിൽ പിടിച്ചു വലിക്കുകയും ഇടതുകരം കൊണ്ട് തപ്പുകയും ചെയ്യുന്നു.
കഠാര കയ്യിലില്ല. ശാന്തനായ ഗുരുവിന്റെ ശിഷ്യനാകുവാനായി ആയുധങ്ങൾ ഉപേക്ഷിച്ച കാര്യം ഓർമ്മിക്കാതെ തപ്പിയതോർത്ത് സ്വയം അനുകമ്പയോടെ തലകുലുക്കുന്നു. ഈശോ പതിവുള്ള ദൈവിക തേജസ്സിലേക്ക് വീണ്ടും വന്നു. ആഴമായ ദുഃഖഭാവം സമാധാനത്തിലായിന്ന് അവനെ പൊതിഞ്ഞു നിൽക്കുന്നു. വന്ന് എന്നോട് എല്ലാം പറയൂ, ഇന്നു മുതൽ നിങ്ങൾ എൻ്റേതായിരിക്കും. അവൻ അവരെ മുറിയിൽ കൊണ്ടുവന്ന് കതകടച്ച് വിരിയും പകുതി വലിച്ചിട്ടു. വെളിച്ചത്തിന്റെ ശക്തി കുറയ്ക്കാനും ആ ദുഃഖത്തെയും സ്നാപകന്റെ മരണത്തിന്റെ സൗന്ദര്യത്തെയും ആവരണം ചെയ്യുന്ന ശ്രദ്ധ ഉണ്ടാകുന്നതിനു വേണ്ടിയാണ് അങ്ങനെ ചെയ്തത്. അതേസമയം അത്ര വലിയ പൂർണ്ണതയെ ദുഷിച്ച ലോകത്തിൽ നിന്നും വേർതിരിക്കാനും ഇടയാക്കി. സംസാരിക്കൂ, അവൻ പറയുന്നു. മനേയൻ ഇപ്പോഴും സ്തംഭിച്ച നിലയിലാണ്. ഒരു വാക്കുപോലും ഉച്ചരിക്കുന്നില്ല. പെരുന്നാളിന്റെ തലേദിവസമായിരുന്നു അത്. സംഭവം മുൻകൂട്ടി കാണാൻ ഒരു നിവൃത്തിയുമില്ലായിരുന്നു. 2 മണിക്കൂർ മുമ്പ് ഹെറോദോസ് ജോണുമായി സംസാരിച്ച് കാരുണ്യത്തോടെ അവനെ തിരിച്ചയച്ചതാണ്. ആ കൊലയ്ക്ക്, മഹാപാതകത്തിന്, ആ രക്തസാക്ഷിത്വത്തിന്, മഹത്വീകരണത്തിന് അല്പം മുമ്പ് തണുപ്പിച്ച പഴങ്ങളും വിശിഷ്ടമായ മുന്തിരിച്ചാറും ഒരു ഭൃത്യന്റെ കയ്യിൽ ജോണിനായി കൊടുത്തയച്ചിരുന്നു. ജോൺ അവന്റെ കഠിന തപസ്സിന് ഭംഗമൊന്നും വരുത്താതെ അതെല്ലാം ഞങ്ങൾക്ക് വിതരണം ചെയ്തു. ഞങ്ങൾ മാത്രമായിരുന്നു അവിടെ കൂടെ ഉണ്ടായിരുന്നത്. മനേയന് നന്ദി. കൊട്ടാരത്തിൽ അടുക്കളപ്പണിക്കും കുതിരാലയ സൂക്ഷിപ്പിനും ഞങ്ങളെ നിയോഗിച്ചത് നന്നായി. കാരണം അങ്ങനെ ഞങ്ങൾക്ക് ജോണിനെ കാണാൻ കഴിഞ്ഞിരുന്നു. ജോണും ഞാനും അടുക്കളയിലും സൈമൺ കുതിരാലയത്തിലും ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നല്ലോ. അന്ന് പ്രധാനികളായ ആൾക്കാരെ കൊണ്ട് കൊട്ടാരം നിറഞ്ഞിരുന്നു. പട്ടാള ഉദ്യോഗസ്ഥന്മാർ, ഗലീലിയായിൽ നിന്നുമുള്ള മാന്യന്മാർ, പ്രധാനികളെല്ലാം. ഹെറോദ്യ രാവിലെ ഹെറോദോസുമായി വഴക്കടിച്ച് സ്വന്തം മുറിയിൽ അടച്ചു പൂട്ടിയിരിക്കുകയായിരുന്നു. മനേയൻ ഇടയ്ക്ക് കയറി ചോദിക്കുന്നു, ആ കഴുതപ്പുലി എപ്പോഴാണ് വന്നത്? 2 ദിവസം മുമ്പ്. ഒട്ടും പ്രതീക്ഷിക്കാത്ത സമയത്ത്. അവൾക്ക് അവനെ കൂടാതെ ജീവിക്കാൻ പറ്റുകയില്ലെന്നും അവന്റെ പിറന്നാൾ ദിവസം അവിടെ ഇല്ലാതിരിക്കുക സാധ്യമല്ലെന്നും പറഞ്ഞാണ് വന്നത്. ആ അണലിപ്പാമ്പ്, ആ മന്ത്രവാദിനി അവനെ എല്ലാവരുടെയും പരിഹാസ വിഷയമാക്കി കളഞ്ഞു. പക്ഷേ അന്ന് രാവിലെ മദ്യപനും കാമാതുരനുമായ അവന്റെ അടുത്ത് കൂവിക്കരഞ്ഞ് അവൾ ചോദിച്ചത് കൊടുക്കാൻ അവൻ വിസമ്മതിക്കുകയാണുണ്ടായത്. ജോണിന്റെ ജീവനു വേണ്ടിയാണ് കരഞ്ഞതെന്ന് ആരും സ്വപ്നത്തിലും വിചാരിച്ചില്ല. അവജ്ഞയോടെ അവൾ മുറിയിൽ തന്നെ ഇരുന്നു. വളരെ വിലപിടിപ്പുള്ള താലങ്ങളിൽ ഹെറോദോസ് കൊടുത്തയച്ച വിശിഷ്ട ഭോജ്യങ്ങൾ അവൾ തിരിച്ചു കൊടുത്തുവിട്ടു. പഴങ്ങൾ നിറച്ചിരുന്ന ഒരു വിലപിടിച്ച താലം മാത്രം എടുത്തു. പകരം ഹെറോദോസിന് സമ്മാനമായി എന്തോ മയക്കുമരുന്ന്. അവളുടെ മയക്കുന്ന പ്രകൃതം മതിയായിരുന്നു കുറ്റകൃത്യം ചെയ്യാൻ അവനെ പ്രേരിപ്പിക്കുന്നതിന്. വിവരങ്ങളെല്ലാം വിളമ്പുകാരിൽ നിന്നാണ് ഞങ്ങൾ അറിഞ്ഞത്. കൊട്ടാര വിദൂഷകരുടെ ഇടയിൽ കൂടെ സലോമി തള്ളിക്കയറി ചെന്ന് നൃത്തം ചെയ്തു. രാജകുമാരിയുടെ മുമ്പിൽ നിന്ന് അവർ പിന്നിലെ ഭിത്തിയരികിലേക്ക് മാറി. അവളുടെ നൃത്തം വളരെ നന്നായിരുന്നു, അതിഥികൾക്ക് യോജിച്ചത്. ഹെറോദോസ് ഒരുപക്ഷെ ഒരു നിഷിദ്ധ സംഗമത്തിനുള്ള അഭിലാഷം അവന്റെ ഉള്ളിൽ പതഞ്ഞു പൊങ്ങിക്കാണും. നൃത്തത്തിന്റെ അവസാനം അവൻ സലോമിയോട് പറഞ്ഞു, നീ നന്നായി നൃത്തം ചെയ്തു. ഞാൻ സത്യം ചെയ്യുന്നു, നീ നല്ല സമ്മാനത്തിന് അർഹയാണ്. അത് നിനക്ക് തരുമെന്ന് ഞാൻ സത്യം ചെയ്യുന്നു. നീ എന്തു ചോദിച്ചാലും അത് നിനക്ക് ഞാൻ നൽകും. ഇവിടെയുള്ള എല്ലാവരുടെയും സാന്നിധ്യത്തിൽ ഞാൻ സത്യം ചെയ്യുന്നു. ആണയിട്ടില്ലെങ്കിലും ഒരു രാജാവിന്റെ വാക്ക് വിശ്വസ്തതയുള്ളതാണ്. നിനക്ക് വേണ്ടത് ചോദിച്ചുകൊള്ളൂ. സലോമി നിഷ്കളങ്കതയും വിനയവും അഭിനയിച്ച് അവളുടെ ശിരോവസ്ത്രം വലിച്ച് ശരീരം മറച്ചുകൊണ്ട് പറയുന്നു, മഹാനായ രാജാവേ, ആലോചിക്കാനായി ഒരു നിമിഷം എനിക്ക് തരിക. ഞാൻ പോയി വരാം. കാരണം അവിടുന്ന് എൻ്റെ മനസ്സിനെ തരളിതമാക്കിയിരിക്കുന്നു. അവൾ അവളുടെ അമ്മയുടെ പക്കലേക്ക് പോയി.
സലോമി എന്നോട് പറഞ്ഞത് അവൾ ചിരിച്ചുകൊണ്ട് അമ്മയോട് ഇങ്ങനെ പറഞ്ഞെന്നാണ്. അമ്മേ, നീ ജയിച്ചു. ആ താലം ഇങ്ങ് തരിക. ആ താലം കൊടുക്കാൻ വിജയഭാവത്തോടെ അടിമയോട് ആവശ്യപ്പെട്ടിട്ട് അവൾ മകളോട് ഇങ്ങനെ പറഞ്ഞു. ആ വെറുക്കപ്പെട്ട തലയുമായി തിരികെ വരിക. ഞാൻ നിന്നെ സ്വർണവും മുത്തും കൊണ്ട് പൊതിയാം. സലോമി ജീവൻ ഭയന്ന് അനുസരിച്ചു. സലോമി വീണ്ടും പ്രത്യക്ഷപ്പെട്ട് നൃത്തം ചെയ്ത് രാജാവിൻ്റെ പാദത്തിങ്കൽ സാഷ്ടാംഗം പ്രണമിച്ച് പറഞ്ഞു. ഇതാ, എൻ്റെ അമ്മയോടും എന്നോടുമുള്ള സ്നേഹത്തിൻ്റെ അടയാളമായി നീ കൊടുത്തുവിട്ട താലത്തിൽ ജോണിൻ്റെ ശിരസ് എനിക്ക് വേണം. നിനക്ക് ഇഷ്ടമാണെങ്കിൽ ഞാൻ വീണ്ടും നൃത്തം ചെയ്യാം. വിജയത്തിൻ്റെ നൃത്തം ഞാൻ ആടാം, കാരണം ഞാൻ വിജയിച്ചിരിക്കുന്നു. രാജാവേ, നിന്നെ ഞാൻ അടിമപ്പെടുത്തിയിരിക്കുന്നു. ഞാൻ ജീവനെ പരാജയപ്പെടുത്തി. ഞാൻ സന്തോഷവതിയാണ്. അവളുടെ വാക്കുകൾ ഞങ്ങളോട് പറഞ്ഞത് ഞങ്ങളുടെ സ്നേഹിതനായ ഒരു പാനപാത്രവാഹകനാണ്. രണ്ടാഗ്രഹങ്ങൾക്കിടയിൽ ഹെറോദോസ് കുഴങ്ങി. അവന്റെ വാക്ക് പാലിക്കുക, നീതി പുലർത്തുക. അവന് നീതി ചെയ്യാൻ സാധ്യമല്ല, കാരണം അവൻ നീതിമാനല്ല. രാജസിംഹാസനത്തിന്റെ പിന്നിൽ നിന്നിരുന്ന പ്രധാനിയെ അവൻ തലകൊണ്ട് ആംഗ്യം കാണിച്ചു വിളിച്ചു. അയാൾ സലോമിയുടെ ഉയർത്തിപ്പിടിച്ച കരങ്ങളിൽ നിന്ന് താലം വാങ്ങി വിരുന്നുശാലയിൽ നിന്ന് താഴത്തെ മുറിയിലേക്ക് പോയി. അവൻ മുറ്റം കടന്നു പോകുന്നത് ഞാനും ജോണും കണ്ടു. അധികം താമസിയാതെ ഞങ്ങൾ സൈമണിന്റെ കരച്ചിൽ കേട്ടു. കൊലയാളികൾ! പിന്നെ ആ പ്രധാനി താലത്തിൽ തലയുമായി വരുന്നത് ഞങ്ങൾ കണ്ടു. ജോൺ, നിന്റെ മുൻഗാമി മരിച്ചു. കുറച്ചു കഴിഞ്ഞ് ഈശോ ചോദിക്കുന്നു, സൈമൺ, അവൻ എങ്ങനെയാണ് മരിച്ചതെന്ന് നിനക്ക് എന്നോട് പറയാമോ? ഉവ്, അവൻ പ്രാർത്ഥിക്കുകയായിരുന്നു. അവൻ അല്പം നേരത്തെ എന്നോട് പറഞ്ഞു, അധികം താമസിയാതെ 2 ദൂതന്മാർ വരും. വിശ്വസിക്കാത്തവർ വിശ്വസിക്കും. പക്ഷേ ഓർത്തുകൊള്ളുക, അവർ വരുമ്പോൾ ഞാൻ ജീവിച്ചിരിക്കുന്നില്ലെങ്കിൽ മരണസമയം അടുത്തിരിക്കുന്ന ഞാൻ നിന്നോട് ഇപ്പോൾ പറയുന്നു, നസ്രത്തിലെ ഈശോയാണ് സത്യത്തിൽ മിശിഹ. ഈ വാക്കുകൾ നിനക്ക് മറ്റുള്ളവരോട് ആവർത്തിച്ച് പറയാം. അവൻ എപ്പോഴും നിന്നെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ടായിരുന്നു. തലവൻ പ്രവേശിച്ചു. ജോൺ കണ്ണുകളുയർത്തി അവനെ കണ്ടു. അവൻ എഴുന്നേറ്റ് നിന്നുകൊണ്ട് പറഞ്ഞു, നിനക്ക് എൻ്റെ ജീവൻ മാത്രമേ എടുക്കുവാൻ കഴിയൂ. തെറ്റ് ചെയ്യുന്നത് നിയമാനുസൃതമല്ല എന്നത് നിലനിൽക്കുന്ന സത്യമാണ്. അവൻ എന്നോട് എന്തോ പറയാൻ തുടങ്ങിയപ്പോൾ പ്രധാനി അവൻ്റെ ഭാരമേറിയ വാൾ വീശി. നിൽക്കുകയായിരുന്ന ജോണിൻ്റെ തല ഉടലിൽ നിന്ന് വേർപെട്ടു. ഒഴുകിക്കൊണ്ടിരുന്ന രക്തം ആട്ടിൻതോൽ നനച്ച് രക്തവർണമാക്കി. അവൻ്റെ ശോഷിച്ച മുഖം വിളറിയിരുന്നു. എന്നാൽ തുറന്നിരുന്ന കണ്ണുകൾ കുറ്റപ്പെടുത്തുന്ന വിധത്തിൽ ജീവചൈതന്യം തുളുമ്പി നിന്നു. തല എൻ്റെ കാൽക്കിലേക്ക് ഉരുണ്ടു. ദുഃഖം കൊണ്ട് ഞാൻ തല ചുറ്റി വീണു. അതിനുശേഷം ഹെറോദ്യ ആ ശിരസിനെ വികലമാക്കി പട്ടികൾക്ക് ഇട്ടുകൊടുത്തു. എന്നാൽ ഞങ്ങൾ അതെടുത്ത് ശരീരത്തോട് ചേർത്ത് വച്ച് വിലപിടിപ്പുള്ള ഒരു തുണിയിൽ പൊതിഞ്ഞു. രാത്രിയിൽ ഞങ്ങൾ അത് യോജിപ്പിച്ച് മക്കേരൂസിന് വെളിയിൽ കൊണ്ടുവന്നു. നേരം പുലർന്നപ്പോൾ മറ്റു ശിഷ്യന്മാരുടെ സഹായത്തോടെ ഒരു അക്കേഷ്യ വനത്തിൽ വച്ച് തൈലം പൂശി. പക്ഷേ അത് വീണ്ടും വെട്ടിക്കീറുന്നതിനായി ഞങ്ങളുടെ പക്കൽ നിന്നും പിടിച്ചെടുത്തു. അവരുടെ അടിമകൾ മരണത്തെ ഭയന്ന് കുറുക്കന്മാരെക്കാൾ കൂടുതൽ ക്രൂരതയോടെ തല ഞങ്ങളിൽ നിന്നും എടുത്തു. മനേയൻ, നീ അവിടെ ഉണ്ടായിരുന്നെങ്കിൽ, ഞാൻ അവിടെ ഉണ്ടായിരുന്നെങ്കിൽ. ആ തല അവളുടെ ശാപമാണ്. ശരീരം ഛിന്നഭിന്നമാക്കിയെങ്കിലും മുന്നോടിയുടെ മഹത്വത്തിൽ നിന്നും ഒന്നും നീക്കപ്പെട്ടിട്ടില്ല. ഇത് ശരിയല്ലേ ഗുരുവേ? അത് ശരിയാണ്. പട്ടികൾ അത് നശിപ്പിച്ചിരുന്നെങ്കിൽ തന്നെയും അവന്റെ മഹത്വത്തിന് കുറവുണ്ടാവുകയില്ല. അവന്റെ വാക്കുകൾക്കും വ്യതിയാനം ഉണ്ടാവുകയില്ല. ഗുരുവേ, ഒരു വലിയ മുറിവ് നിമിത്തം അവന്റെ കണ്ണുകൾ വികൃതമായി പോയെങ്കിലും അവൻ ഇപ്പോഴും പറയുന്നു, നിനക്ക് അനുവാദമില്ല എന്ന്. പക്ഷേ ഞങ്ങൾക്ക് അവൻ നഷ്ടപ്പെട്ടു. മത്യാസ് പറയുന്നു.
ഇപ്പോൾ ഞങ്ങൾ നിന്റെ ശിഷ്യരാണ്, കാരണം അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. നിനക്കിത് അറിയാമെന്ന് അവൻ നേരത്തെ ഞങ്ങളോട് പറഞ്ഞതാണ്. അതെ, മാസങ്ങളോളം നിങ്ങൾ എൻ്റേതായിരുന്നു. ആകട്ടെ, നിങ്ങൾ എങ്ങനെ ഇവിടെ വന്നെത്തി? പല പ്രാവശ്യമായി നടന്ന് നടന്ന് ഇവിടെ എത്തി. സൂര്യൻ്റെയും മണലിൻ്റെയും ചൂട് നിമിത്തം അത് വളരെ വേദനയുളവാക്കിയ നീണ്ട യാത്രയായിരുന്നു. ദുഃഖം ആ ബുദ്ധിമുട്ട് ഒന്നുകൂടെ വർദ്ധിപ്പിച്ചു. 20 ദിവസമായി ഞങ്ങൾ നടക്കുകയായിരുന്നു. നിങ്ങൾ ഇപ്പോൾ വന്ന് വിശ്രമിക്കൂ. മനയൻ ചോദിക്കുന്നു. എൻ്റെ അഭാവത്തിൽ ഹെറോദോസിന് വിസ്മയമുണ്ടായിരുന്നോ? ആദ്യം അവന് അസഹ്യതയായിരുന്നു, പിന്നെ കോപിച്ചു. എന്നാൽ കോപമടങ്ങിയപ്പോൾ അവൻ പറഞ്ഞു, വിധിയാളന്മാരുടെ ഗണത്തിൽ ഒരാൾ കുറഞ്ഞു എന്ന്. അങ്ങനെയാണ് ഞങ്ങളുടെ സ്നേഹിതനായ പാനപാത്രവാഹകൻ പറഞ്ഞതും. ഈശോ പറയുന്നു, ഒരു വിധിയാളൻ കുറഞ്ഞു പോലും. വിധിയാളനായി ദൈവമുണ്ട്, അത് മതി. നമുക്ക് ഉറങ്ങുന്നിടത്തേക്ക് പോകാം. നിങ്ങൾ ക്ഷീണിതരാണ്, പൊടി പിടിച്ചിരിക്കുന്നു. നിങ്ങളുടെ കൂട്ടുകാരുടെ വസ്ത്രങ്ങളും ചെരുപ്പുകളും എടുത്തുകൊള്ളൂ. എന്നിട്ട് ക്ഷീണം തീർക്കൂ. ഒരാൾക്കുള്ളത് എല്ലാവർക്കുമുള്ളതാണ്. മത്തിയാസ്, നിനക്ക് പൊക്കം കൂടുതലുള്ളതിനാൽ എൻ്റെ അങ്കി എടുത്തുകൊള്ളുക. പിന്നീട് വേണ്ടതെല്ലാം തരാം. രാത്രിയാകുന്നതിന് മുമ്പ് എൻ്റെ അപ്പസ്തോലന്മാർ വരും, കാരണം ഇന്ന് സാബത്ത് ആരംഭിക്കുന്നു. ഐസക്ക് ആ ശിഷ്യന്മാരോട് കൂടെ അടുത്ത ആഴ്ചയിൽ വരും. പിന്നീട് ബെഞ്ചമിനും ദാനിയേലും വരും. കൂടാരത്തിരുന്നാളിന് ശേഷം ഏലിയാസും ജോസഫും ലേവിയും ഇവിടെ ഉണ്ടായിരിക്കും. മറ്റുള്ളവർ 12 പേരുടെ കൂടെ ചേരാൻ സമയമായി. നിങ്ങൾ പോയി വിശ്രമിക്കൂ. മനേയൻ അവരെ അകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയ ശേഷം ഉടനെ തന്നെ തിരിച്ചു വന്നു. ഇപ്പോൾ ഈശോയും മനേയനും മാത്രം. ഈശോ വളരെ ദുഃഖിതനാണ്. തല ഒരു കൈകൊണ്ട് താങ്ങി കൈമുട്ട് കാൽമുട്ടിൽ കുത്തി കുനിഞ്ഞിരിക്കുകയാണ്. മനേയൻ മേശയുടെ അടുത്തിരിക്കുന്നു, അനങ്ങുന്നതേയില്ല. അവൻ്റെ മുഖം ഒരു കൊടുങ്കാറ്റ് പോലെ പ്രക്ഷുബ്ധമാണ്. കുറച്ചു സമയം കഴിഞ്ഞ് ഈശോ തലയുയർത്തി അവനെ നോക്കിക്കൊണ്ട് ചോദിക്കുന്നു, ഇനി നീ എന്തു ചെയ്യാൻ പോകുകയാണ്? എന്താണ് ചെയ്യേണ്ടതെന്ന് എനിക്ക് തന്നെ അറിഞ്ഞുകൂടാ. മക്കേരൂസിൽ ഇനി നിൽക്കുന്നത് കൊണ്ട് കാര്യമില്ല. എന്നാൽ എന്താണ് സംഭവിക്കുന്നതെന്നറിയാൻ കൊട്ടാരത്തിൽ നിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നു. ഞാൻ മനസ്സിലാക്കുന്നതനുസരിച്ച് നിനക്ക് സംരക്ഷണം നൽകാൻ. ഇനി ഒട്ടും താമസിയാതെ എന്നെ അനുഗമിക്കുന്നതാണ് നല്ലത്. പക്ഷേ ഞാൻ നിന്നെ നിർബന്ധിക്കുകയില്ല. അല്പാൽപമായി പഴയ മനേയൻ ഇല്ലാതായി കഴിയുമ്പോൾ നീ വരും. ആ സ്ത്രീയിൽ നിന്ന് ആ ശിരസ്സും എനിക്കെടുക്കണം. അത് കൈവശം വയ്ക്കാനുള്ള യോഗ്യത അവൾക്കില്ല. ഒരു നേരിയ പുഞ്ചിരിയോടെ ഈശോ പറയുന്നു, മനുഷ്യതയ്ക്ക് ഇതേവരെ നീ മരിച്ചിട്ടില്ല. അതേസമയം നീ എനിക്ക് പ്രിയങ്കരനുമാണ്. ഞാൻ കാത്തിരിക്കേണ്ടി വന്നാലും നീ എനിക്ക് നഷ്ടപ്പെടുകയില്ലെന്ന് എനിക്കറിയാം. കാത്തിരിക്കാൻ എനിക്കറിയാം. ഗുരുവേ, നിന്നെ ആശ്വസിപ്പിക്കുന്നതിനായി വളരെ ഔദാര്യമുള്ള ഒരു ഹൃദയം നിനക്ക് തരുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. കാരണം നീ വേദനിക്കുന്നത് ഞാൻ കാണുന്നുണ്ട്. അത് ശരിയാണ്, ഞാൻ വേദനിക്കുന്നു, വളരെയധികം വേദനിക്കുന്നുണ്ട്. ജോൺ നിമിത്തം മാത്രമാണോ? ഞാൻ അങ്ങനെ വിചാരിക്കുന്നില്ല. കാരണം അവൻ സമാധാനത്തിലാണെന്ന് നിനക്കറിയാം. അവൻ സമാധാനത്തിലാണെന്ന് എനിക്കറിയാം. എൻ്റെ അടുത്ത് അവനെ ഞാൻ കാണുന്നു. എന്നാൽ പിന്നെ എന്താണ്? പിന്നെ പുലർച്ച എന്തിൻ്റെ മുന്നോടിയാണ്? പകലിൻ്റെ ഗുരുവേ, എന്തുകൊണ്ടാണ് നീ എന്നോട് ഇങ്ങനെ ചോദിക്കുന്നത്? കാരണം യോഹന്നാൻ്റെ മരണം ഞാൻ രക്ഷകനാകുന്ന ദിവസത്തിൻ്റെ മുന്നോടിയാണ്. അത് ഓർമ്മിക്കുമ്പോൾ എൻ്റെ മാനുഷികത വിറയ്ക്കുന്നു. മനേയൻ, ഞാൻ മലയിലേക്ക് പോകുകയാണ്. നീ ഇവിടെ നിന്ന് വരുന്നവരെയെല്ലാം സ്വീകരിക്കുകയും സഹായിക്കുകയും ചെയ്യുക. ഞാൻ തിരിച്ചു വരുന്നത് വരെ ഇവിടെ ഇരിക്കൂ. പിന്നെ നിനക്കിഷ്ടമുള്ളത് ചെയ്യാം. ദൈവം നിന്നോട് കൂടെ. ഈശോ മുറിയിൽ നിന്ന് പുറത്തു വന്ന് സാവധാനത്തിൽ ഗോവണി ഇറങ്ങുന്നു. അടുക്കളത്തോട്ടം കുറുകെ കടന്ന്
അതിൻ്റെ പിന്നിലുള്ള തോട്ടം, ഒലിവ് മരങ്ങൾ, ആപ്പിൾ തോട്ടം, മുന്തിരിത്തോട്ടം അവയെല്ലാം കടന്ന് ഒരു ചെറിയ കുന്നിലേക്ക് കയറുന്നു. കാഴ്ചയിൽ നിന്നും മറഞ്ഞു. ദർശനം അവസാനിച്ചു.